എല്ലാവർക്കും നമസ്കാരം. ഏലിയൻസ് കാലങ്ങളായി ലോകം വളരെ ആകാംക്ഷയോടെ ചർച്ച ചെയ്തു വരുന്ന വിഷയം. ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു വരും. വലിയ കണ്ണുകളും ഒട്ടത്തലയും നീണ്ട കഴുത്തും ചെറിയ ഉടലുമൊക്കെയുള്ള ഒരു രൂപം. ഏലിയൻസിനെ കുറിച്ചുള്ള ധാരാളം നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏലിയൻസിൻ്റെതെന്ന് കരുതുന്ന UFOകൾ കണ്ടു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട ഒരു ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത് ഏലിയൻസ് ഭൂമിയിൽ തന്നെ നമുക്കിടയിൽ ഉണ്ടാകാമെന്നതാണ്. യഥാർത്ഥത്തിൽ ഏലിയൻസ് ഉണ്ടോ? നാം ഇവിടെ ഏലിയൻസ് എന്നുദ്ദേശിക്കുന്നത് ഭൂമിക്ക് വെളിയിൽ മറ്റെവിടെയെങ്കിലുമുള്ള ജീവൻ എന്നതാണ്. അത് ഒരു ഏകകോശ ജീവി മുതൽ എത്ര വലിയ ആകാരത്തിലുമുള്ള ജീവിയുമാകാം. നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ ദൃശ്യപ്രപഞ്ചമെന്നും അദൃശ്യപ്രപഞ്ചമെന്നും രണ്ടായി തിരിക്കാം. എന്താണ് ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ ദൃശ്യപ്രപഞ്ചം? ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ ദൃശ്യപ്രപഞ്ചം എന്നാൽ നമുക്കിന്ന് സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും അതിനൂതന ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന പ്രപഞ്ചഭാഗം എന്നതാണ്. ദൃശ്യപ്രപഞ്ചത്തിനപ്പുറത്ത് എന്താണെന്ന് നാളിതുവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ദൃശ്യപ്രപഞ്ചത്തിൽ മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ടാകാം എന്നാണ് അനുമാനിക്കുന്നത്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം നക്ഷത്രങ്ങളെയും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 10,000 മുതൽ 20,000 കോടി വരെ ഗ്രഹങ്ങളും മിൽക്കി വേ ഗാലക്സിയിലുണ്ടെന്ന് കരുതുന്നു. ഈ ഗ്രഹങ്ങളിൽ തന്നെ ഏതാണ്ട് 6,000 കോടിയോളം ഗ്രഹങ്ങൾ ഹാബിറ്റബിൾ സോണിലാണെന്ന് കരുതപ്പെടുന്നു. എന്താണ് ഈ ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോൺ? ഒരു നക്ഷത്രത്തിന് ചുറ്റും തിരിയുന്ന അല്ലെങ്കിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ നക്ഷത്രത്തിനോട് വളരെ അടുത്തും വളരെ അകലെയുമല്ലാതെ നക്ഷത്രത്തിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ മാത്രമാണ് ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ നക്ഷത്രത്തിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലം ദ്രാവക രൂപത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ മേഖലയാണ് ഗോൾഡിലോക്ക് സോൺ അഥവാ ഹാബിറ്റബിൾ സോൺ. പ്രതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്ന ഗ്രഹങ്ങളിൽ മാത്രമേ ജീവന് സാധ്യതയുള്ളൂവെന്നതിനാൽ ഈ മേഖലയിൽ വരുന്ന ഗ്രഹങ്ങളിൽ മാത്രമാണ് ജീവൻ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ഭൂമി സൂര്യൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ വളരെ കൃത്യമായ പൊസിഷനിൽ വരുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുണ്ടായതും ഇപ്പോൾ നിലനിൽക്കുന്നതും. നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 5500 മേൽ ഗ്രഹങ്ങളിൽ കുറച്ച് ഗ്രഹങ്ങൾ ഹാബിറ്റബിൾ സോണിൽ വരുന്നവയാണ്. ഇവയിൽ തന്നെ K2 18b, കെപ്ലർ 62f, കെപ്ലർ 186f, കെപ്ലർ 442b, TOI 700d എന്നീ പേരുകളിലുള്ള എക്സോപ്ലാനറ്റുകൾ ജീവനുണ്ടാകുവാൻ വളരെയേറെ സാധ്യതയുള്ള ഗ്രഹങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ തന്നെ കെപ്ലർ 186f, കെപ്ലർ 442b, TOI 700d എന്നീ ഗ്രഹങ്ങൾ ഭൂമിയോട് വളരെയേറെ സാദൃശ്യമുള്ള ഗ്രഹങ്ങളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ എക്സോപ്ലാനറ്റുകൾ? നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു വരുന്ന ഗ്രഹങ്ങളാണ് എക്സോപ്ലാനറ്റുകൾ. ഭൂമിക്ക് പുറത്ത് ഒരു ഗ്രഹത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് K2 18b.
ജീവനുണ്ടാകുവാൻ വളരെയേറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ഗ്രഹമാണിത്. ഈ ഗ്രഹത്തിൽ ജീവനുണ്ട് എന്നുറപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നതായി ഈ അടുത്ത കാലത്ത് ജെയിംസ് വെബ് ക്യാമറയിൽ നിന്നും കിട്ടിയിരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളിലും ജലം ദ്രാവക രൂപത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മിൽക്കി വേ ഗാലക്സിയിൽ ഹാബിറ്റബിൾ സോണിൽ വരുന്ന ഏതാണ്ട് 6000 കോടി ഗ്രഹങ്ങളിൽ വെറും 1% ഗ്രഹങ്ങളിൽ മാത്രമാണ് ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധ്യതയുള്ളൂവെന്ന് കണക്കാക്കിയാൽ പോലും ആ സംഖ്യ ഏതാണ്ട് 60 കോടിയോളം വരും. അതുപോലെ തന്നെ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളിലും ജീവനുണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഏതാണ്ട് 60 കോടി ഗ്രഹങ്ങളിൽ വെറും 1% മാത്രമാണ് ജീവനുണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് എന്ന് കണക്കാക്കിയാൽ പോലും അപ്പോഴും 60 ലക്ഷം ഗ്രഹങ്ങൾ ഉണ്ടാകും. ഇത് മിൽക്കി വേ ഗാലക്സിയിലെ മാത്രം കണക്കാണ്. ദൃശ്യപ്രപഞ്ചത്തിൽ മിൽക്കി വേ ഗാലക്സിയെ പോലുള്ള ഏതാണ്ട് 20,000 കോടിയോളം മറ്റു ഗാലക്സികളുണ്ട്. അപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൽ ജീവനുണ്ടാകുവാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള ഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 60 ലക്ഷം ഇൻറ്റു 20,000 കോടി ഈക്വൽസ് കിട്ടുന്ന സംഖ്യയായിരിക്കും. ഇനി നമുക്ക് ഈ കണക്കുകളൊക്കെ മാറ്റിവയ്ക്കാം. മിൽക്കി വേ ഗാലക്സിയിൽ ഹാബിറ്റബിൾ സോണിൽ വരുന്ന ഒരേ ഒരു ഗ്രഹത്തിൽ മാത്രം ജീവനുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ കഴിയുമല്ലോ, നമ്മുടെ ഭൂമിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യപ്രപഞ്ചത്തിലെ മറ്റു 20,000 കോടിയോളം വരുന്ന ഗാലക്സികളിൽ ഹാബിറ്റബിൾ സോണിൽ വരുന്ന ഒരു ഗ്രഹത്തിൽ മാത്രം ജീവനുണ്ട് എന്ന് കണക്കാക്കിയാൽ പോലും നമ്മുടെ വീട്ടുവളപ്പിലെ മൺതരികളുടെ എണ്ണത്തിന് തുല്യം ഗ്രഹങ്ങളിൽ ജീവനുണ്ടെന്ന് കാണാം. നാം ഭൂമിക്ക് വെളിയിൽ ഒരിടത്തെങ്കിലും ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പരതുമ്പോഴാണ് ഭൂമിക്ക് വെളിയിൽ ജീവനുണ്ടാകുവാനുള്ള സാധ്യത എത്ര വലുതാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. ഭൂമിയിലേതിനു സമാനമായതും വ്യത്യസ്തവുമായിട്ടുള്ള ജീവജാലങ്ങളുണ്ടാകാം. മനുഷ്യനോട് രൂപസാദൃശ്യമുള്ളതും അല്ലാത്തതുമായ ജീവികളും ഉണ്ടാകാം. മനുഷ്യനോളം ബുദ്ധിശക്തിയുള്ളതും അല്പം ബുദ്ധിശക്തി കുറഞ്ഞതും എന്നാൽ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി കൂടിയിട്ടുള്ളതുമായ ജീവിവർഗങ്ങളും ഉണ്ടാകാം. നമ്മളെക്കാൾ വളരെയേറെ കാലത്തെ ശാസ്ത്ര വളർച്ച ഉണ്ടായിട്ടുള്ളതും നമ്മളെക്കാൾ വളരെയേറെ പുരോഗതി കൈവരിച്ചിട്ടുള്ളതുമായ ജീവിവർഗങ്ങളും ഉണ്ടാകാം. പിന്നെന്തുകൊണ്ടാണ് നമുക്ക് ഈ ജീവികളെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത്? ഭൂമിയിൽ നിന്നും ജീവനുണ്ടാകുവാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളിലേക്കുള്ള ദൂരമെന്നത് നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഭൂമിയിൽ നിന്നും വളരെയേറെ പ്രകാശവർഷങ്ങൾക്കകലെയാണ് ജീവനുണ്ടാകുവാൻ സാധ്യതയുള്ള എക്സോ പ്ലാനറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ പ്രകാശവർഷം? പ്രകാശം ഒരു സെക്കൻഡിൽ ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. പ്രകാശത്തിൻ്റെ വേഗതയിൽ മറ്റൊരു വസ്തുവിനും സഞ്ചരിക്കുവാൻ സാധിക്കില്ല. ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള ഹാബിറ്റബിൾ സോണിൽ വരുന്ന ഒരു എക്സോ പ്ലാനറ്റാണ് പ്രോക്സിമ സെൻറ്റൗറി ബി. ഈ എക്സോ പ്ലാനറ്റ് ഭൂമിയിൽ നിന്നും ഏതാണ്ട് 4.2 പ്രകാശവർഷങ്ങൾക്കകലെയാണ്. നമ്മുടെ നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രഹത്തിലെങ്കിലും എത്തിച്ചേരുക എന്നുള്ളത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഹാബിറ്റബിൾ സോണിൽ വരുന്ന 4 മുതൽ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന മറ്റു എക്സോ പ്ലാനറ്റുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇനി മനുഷ്യനേക്കാൾ വളരെയേറെ ബുദ്ധിവികാസം പ്രാപിച്ചിട്ടുള്ളതും വളരെയേറെ കാലത്തെ ശാസ്ത്ര വളർച്ച ഉണ്ടായിട്ടുള്ളതുമായ ഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ജീവികൾക്ക് ഭൂമിയിലേക്ക് വരാൻ സാധിക്കില്ലേ?
ഏലിയൻസ് ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് വന്നിട്ടേയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? ഇവിടെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഏലിയൻസ് കഥകൾക്കും വാർത്തകൾക്കുമുള്ള പ്രസക്തി. ഇതിൽ 90% ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 10% കഴമ്പുണ്ടെന്ന് തോന്നിയ സംഭവങ്ങളിൽ അമേരിക്കയെ പോലെയുള്ള വികസിത രാജ്യങ്ങൾ വളരെ വിശദമായ പരിശോധനകൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഏതാനും കേസുകൾ ഇന്നും അവർക്ക് ഉത്തരം കിട്ടാത്ത സമസ്യയായി തുടരുന്നു. ശാസ്ത്രം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രകാശത്തിൻ്റെ 10 മടങ്ങ് വേഗതയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാൻ സഹായിക്കുന്ന വേം ഹോൾ വാർപ്പ് ഡ്രൈവ് പോലെയുള്ള അതിനൂതന ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള കഠിന പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും നാം ഒരിക്കൽ അന്യഗ്രഹജീവികളെ കണ്ടെത്തുക തന്നെ ചെയ്യും. അവരുമായി ആശയവിനിമയം നടത്തും, നിരന്തര സമ്പർക്കങ്ങൾ നടത്തും. പക്ഷേ അതെന്നായിരിക്കുമെന്ന് മാത്രം ഇപ്പോൾ പറയാൻ സാധിക്കില്ല.